നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ഒരു ശാസ്ത്രജ്ഞന്റെ വാക്കുകൾ ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണ്. ഇന്ന് ഈ ലോകത്തിലെ കൃമികീടങ്ങളെല്ലാം അപ്രത്യക്ഷമായാൽ അടുത്ത 50 വർഷത്തിനകം ഭൂമിയിൽ നിന്ന് ജീവൻ തുടച്ചു നീക്കപ്പെടും. മറിച്ച് മനുഷ്യരാശി ഇന്ന് ഇല്ലാതായാൽ അടുത്ത 50 വർഷം കഴിയുമ്പോൾ ഭൂമിയിൽ മറ്റെല്ലാ ജീവജാലങ്ങളും കൂടുതൽ പുഷ്ടിപ്പെടും. ഇതാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞത്. ഭൂമി മരിക്കാതിരിക്കണമെങ്കിൽ മനുഷ്യർ മരിക്കണം എന്ന അവസ്ഥ വരാൻ പാടില്ല. എന്നാൽ മനുഷ്യരാൽ ഭൂമിയും അതിലെ മറ്റു ജീവജാലങ്ങളും വേരറ്റു പോകാനും പാടില്ല എന്ന് ശാസ്ത്രജ്ഞന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം. പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥയിൽ വന്ന വ്യതിയാനവും ഇന്ന് മനുഷ്യന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ വീണ്ടുവിചാരമില്ലാതെയുള്ള പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം കാരണം പ്രകൃതിയുടെ താളലയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വായുവും വെള്ളവും ഭൂമിയും വിഷപൂരിതമായി തീർന്നിരിക്കുന്നു. നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകി വരുന്ന പ്രകൃതിയാകുന്ന കാമധേനു ഇന്ന് കറവ പറ്റിയ ചാവാലി പശുവിനെ പോലെ ആയിത്തീർന്നു. ഭൂമിയിൽ വനങ്ങൾ കുറയുന്നു, ആഹാരം കുറയുന്നു, ശുദ്ധവായുവും വെള്ളവും കുറയുന്നു, രോഗങ്ങളാകട്ടെ കൂടുകയും ചെയ്യുന്നു. ഇതിനെല്ലാം മുഖ്യ കാരണം മനുഷ്യന്റെ ഭോഗാസക്തിയാണ്. അതിനൊരു മാറ്റം വേണം. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ജീവിതത്തിൽ വിഷമം വരുമ്പോൾ അതിൽ തളരുകയല്ല വേണ്ടത്. അതിനു പിന്നാലെ ഒരു വിജയം കൂടിയുണ്ടായിരിക്കും. അതു മനസ്സിലാക്കി പ്രയത്നം തുടരാൻ നമുക്ക് കഴിയണം. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. ആമ്നായാം ബുദ്ധിമാദരേണ സുമന സംഘാ സമുദ്യന്മനോ മന്ധാനം ദൃഢഭക്തിരജ്ജുസഹിതം കൃത്വാ മഥിത്വാ തതഃ സോമം കൽപതരും സുപർവസുരഭിം ചിന്താമണിം ധീമതാം നിത്യാനന്ദസുധാം നിരന്തരരമാ സൗഭാഗ്യം ആതന്വതേ. ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികൾ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം. നിരന്തര ഉപാസനകളിലൂടെ ശമദമാധികളുടെ ആത്മവിചാരം ചെയ്ത് കുടിലതയും വക്രതയും അതിജീവിച്ച് അന്ധകരണത്തെ ശുദ്ധമാക്കി തീർക്കുന്നവരാണ് സുമനസ്സുകൾ. സമുദ്രമഥനത്തിലൂടെ ദേവന്മാർ എന്തൊക്കെ നേടിയോ അതുപോലെ വേദമഥനത്തിലൂടെ സുമനസ്സുകൾ എല്ലാ മഹിമയും പ്രാപിക്കുന്നു. ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ഈ ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ
37-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ സാമാന്യമായി ദേവാസുരന്മാരൊത്തൊരുമിച്ച് സമുദ്രത്തെ മഥനം ചെയ്ത് അമൃതത്തെ നേടുന്നു. അതുപോലെ മറ്റ് പല പല ശ്രേഷ്ഠങ്ങളായ വസ്തുക്കളെയും മറ്റും നേടുന്നു. അതുപോലെ വേദമഥനം ചെയ്ത് വേദത്തിൻ്റെ സാരഭൂതമായ പരമാത്മസ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നതിനെ പറയുകയാണ്. പാരമാർത്ഥികമായ ശിവസ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നതിനെക്കുറിച്ച് പറയുക ചെയ്യുന്നത്. നോക്കൂ. ആംനായം ബുദ്ധിമാദരേണ സുമനഃസംഘ സമുദ്യന്മനോമന്ധാനം ദൃഢഭക്തിരജ്ജുസഹിതം കൃത്വാ മഥിത്വാ തതഃ സോമം കൽപ്പതരും സുപർവസുരഭിം ചിന്താമണിം ധീമതാം നിത്യാനന്ദസുധാം നിരന്തരമാ സൗഭാഗ്യമാതന്വതേ. ആംനായാം ബുദ്ധിം ആദരേണ സുമനഃസംഘാഃ സമുദ്യത്മനോമന്ഥാനം ദൃഢഭക്തിരജ്ജുസഹിതം കൃത്വാ തതഃ മഥിത്വാ സോമം കൽപ്പതരും സുപർവസുരഭിം ചിന്താമണിം ധീമതാം നിത്യാനന്ദസുധാം നിരന്തരരമാ സൗഭാഗ്യം ആതന്വതേ. സുമനഃസംഘാഃ, സുമനഃസംഘാഃ നല്ല മനോവൃത്തികളോടുകൂടിയവരുടെ സംഘങ്ങൾ, നല്ല ചിന്തകളോടുകൂടിയവർ. ആരാണോ നിരന്തര ഉപാസനയിലൂടെ നിരന്തര വിചാരത്തിലൂടെ ശമദമാദി സാധനകളെ ശീലിച്ച് ആത്മവിചാരം ചെയ്ത് അന്തഃകരണത്തെ ശുദ്ധമാക്കി തീർക്കുന്നത്, കുട്ടിലതയും വക്രതയും മായാവിത്വവുമൊക്കെ ജയിക്കുന്നത്, അങ്ങനെ സ്വച്ഛമായ ശുദ്ധമായ മനസ്സോടുകൂടിയവർ, ബുദ്ധിയോടുകൂടിയവർ, അവരാണ് സുമനസ്സുകൾ. അങ്ങനെയുള്ള സുമനസ്സുകളെ സംഘങ്ങൾ, സുമനഃസംഘാഃ, സജ്ജനങ്ങളുടെ സംഘം എന്ന് പറയാം. അങ്ങനെയുള്ളവർ എന്തു ചെയ്യുന്നു? ആദരേണ, അത്യന്തമായ ആദരവോടുകൂടി, അത്യന്തമായ ബഹുമാനത്തോടുകൂടി, ആംനായാംബുധിം, ആംനായമാകുന്ന അംബുധിയെ, ആംനായം വേദം, വേദം വേദം എന്ന് പറയുമ്പോൾ എല്ലാ വേദങ്ങളെയും അതിൽ ഉൾപ്പെടുത്തി മനസ്സിലാക്കാം. ഋക്ക്, യജുസ്, സാമം, അധർവം എന്നീ വ്യത്യാസങ്ങളില്ലാതെ. ഇനി അതിൽ തന്നെ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നീ ഭേദങ്ങൾ കൽപ്പിക്കാതെ, അതിൻ്റെ ശാഖാഭേദങ്ങളൊന്നും പരിഗണിക്കാതെ സമ്പൂർണമായി വേദവാങ്മയം. അപ്പോൾ വേദമാകുന്ന അംബുധിയെ, അംബുധി സമുദ്രം, അപ്പോൾ വേദത്തെ ഇവിടെ സമുദ്രമായി കൽപ്പിച്ചു, ശ്രുതിസാഗരം. അങ്ങനെയുള്ള ശ്രുതിസാഗരത്തെ, വേദസമുദ്രത്തെ ആദരവോടുകൂടി സമുദ്യന്മനോമന്ഥാനം ദൃഢഭക്തി രജ്ജുസഹിതം കൃത്വാ മഥിത്വാ, മഥിത്വാ കടഞ്ഞിട്ട്, മഥനം ചെയ്തിട്ട്, സമുദ്രമഥനം ചെയ്തിട്ട്. എങ്ങനെയാണ് സമുദ്രമഥനം ചെയ്യുന്നത്? സമുദ്യന്മനോമന്ഥാനം ദൃഢഭക്തിരജ്ജുസഹിതം മന്ഥാനം കൃത്വ. സമുദ്യന്മനോമന്ഥാനം. അപ്പോൾ കടയണമെങ്കിൽ ആദ്യം കടകോല് വേണം. ഇവിടെ കടകോലാക്കിയിട്ടുള്ളത് അങ്ങേയറ്റം ഉയർത്തപ്പെട്ട, ഉയർന്ന ചിന്തകളോടുകൂടിയ മനസ്സിനെ
കടകോലാക്കിയിരിക്കുകയാണ്. ആ കടകോല് കടയണമെങ്കിൽ അതിന് നല്ല ദൃഢമായ കയറ് വേണം. ഒരു പാത്രത്തിൽ നമ്മൾ തൈര് കടയുന്ന സമയത്ത് അതിന് കടകോല് മാത്രം മതി, നമ്മളെ കൈകൊണ്ട് കടയാം. കുറച്ചും കൂടി വലിയ പാത്രത്തിൽ തൈര് കടയുകയാണെങ്കിൽ ആ കടകോലിനെ ഒരു നൂല് കെട്ടി അപ്പുറവും ഇപ്പുറവും രണ്ടുപേരിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക ചെയ്യാം. ഇത് സാക്ഷാൽ സമുദ്രമാണ്. ഇപ്പോൾ സമുദ്രമാകുമ്പോൾ അങ്ങനെയൊന്നും പോരാ, ദൃഢമായ കയറ് വേണം. ഏതാണ് ആ ദൃഢമായ കയറ്? ദൃഢഭക്തിയാകുന്ന കയറ് കൊണ്ട് ഉയർത്തപ്പെട്ട ചിന്തകളോടുകൂടിയ മനസ്സിനെ കടിഞ്ഞാണാക്കി തതഃ അനന്തരം മഥിത്വാ, മഥനം ചെയ്ത് കടഞ്ഞ് സോമം ചന്ദ്രനെയും കൽപ്പതരും കൽപ്പവൃക്ഷത്തെയും സുപർവസുരഭിം കാമധേനുവേയും ചിന്താമണി എന്ന രത്നത്തെയും ധീമതാം നിത്യാനന്ദ സുധാം, ബുദ്ധിയുള്ളവർക്ക് വിവേകമുള്ളവർക്ക് നിത്യാനന്ദത്തെ പ്രദാനം ചെയ്യുന്ന അമൃതത്തെയും നിരന്തരരമാ സൗഭാഗ്യം, നിരന്തരമായ ലക്ഷ്മീ സൗഭാഗ്യത്തെയും ആ തന്വത്തെ നേടുന്നു. ഇങ്ങനെ സമുദ്രമഥനത്തിൽ നിന്ന് ദേവന്മാരെന്തൊക്കെ നേടിയോ അതുപോലെ വേദമഥനത്തിലൂടെ സജ്ജനങ്ങൾ, ശ്രദ്ധാലുക്കൾ എല്ലാ മഹിമയെയും പ്രാപിക്കുന്നു എന്നാണ് പറയണത്. എന്തൊക്കെയാണ് അതിൻ്റെ സൂക്ഷ്മാർത്ഥങ്ങൾ? നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നുകൂടി ഈ ശ്ലോകം ചിന്തിക്കാം. തുടർന്ന് വൈദിക ക്രിയകളെയും ക്ഷേത്രങ്ങളിലെ ആരാധനക്രമങ്ങളെയും കുറിച്ചുള്ള ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. ഒരു ക്ഷേത്രത്തിലുള്ള ചൈതന്യലോപത്തെ പറ്റിയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സംസാരിച്ചത്. എങ്ങനെ ഈ ചൈതന്യലോപത്തെ പരിഹരിക്കാം എന്നുള്ളതാണ് അടുത്തത് നമുക്ക് ചിന്തിക്കേണ്ടുന്നത്. ചൈതന്യലോപം എന്ന് പറയുന്നത് സാമാന്യമായിട്ടൊരു ദേവൻ്റെ ചൈതന്യത്തിന് സംഭവിക്കുന്ന ലോപമല്ലെന്നും ഈ ചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കുന്നതിന് ഇടയിലൊരു തടസ്സം, ഒരു മറ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു കരി പുരണ്ടതുപോലുള്ളൊരവസ്ഥ, അതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ സൂചിപ്പിച്ചു. അതിനെ തുടച്ച് നീക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന പരിഹാരക്രിയകളായിട്ടും അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ള കലശങ്ങൾ മുതലായ കാര്യങ്ങളായിട്ടും ഒക്കെ നിശ്ചയിക്കുന്നത്. നിത്യനിദാനങ്ങളിലെ കൂടെ തന്നെ നിത്യപൂജകൾ എന്ന് പറയുന്നത് തന്നെ ദേവൻ്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടുന്ന ചടങ്ങുകളാണ്. ഓരോ നിത്യപൂജകൾ, നിത്യത്തിന് നിശ്ചയിക്കുന്ന പൂജകൾ, നിത്യത്തിന് നിശ്ചയിക്കുന്നതായിട്ടുള്ള വൈശേഷികമായിട്ടുള്ള ആചരണങ്ങളൊക്കെ ദേവൻ്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടുന്ന ചടങ്ങുകളാണ്. എന്നാൽ ചൈതന്യലോപം പരിഹരിക്കുന്നതിന് അതിന് വേണ്ടുന്ന പരിഹാരക്രിയകൾ അല്ലെങ്കിൽ പ്രായശ്ചിത്ത കർമ്മങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ആണ് നമുക്ക് അവിടെ സമ്മേളിപ്പിക്കേണ്ടത്. ആ ചടങ്ങുകൾക്ക് അതിൻ്റെ ക്രിയാവൈവിധ്യങ്ങളാണ് അവിടെ സമ്മേളിപ്പിക്കുന്നത്. വളരെ സങ്കീർണമായിട്ടുള്ള കലശക്രിയകളാണ് നടക്കുന്നത്. പലതരത്തിലുള്ള കലശക്രിയകളുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചൈതന്യവർദ്ധനവിന് വേണ്ടുന്ന മാത്രം ഇതുള്ള ദ്രവ്യകലശം എന്ന് മുതലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വളരെ ക്രിയാപ്രാധാന്യമുള്ള നവീകരണ കലശം, പുനഃപ്രതിഷ്ഠ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ചൈതന്യത്തിൻ്റെ ലോപം സംഭവിക്കുന്ന ഘട്ടങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഓരോ ക്രിയകളുടെ ഓരോ ദിവസത്തിനും വളരെ പ്രാധാന്യമുള്ള പ്രക്രിയകൾ അവിടെ സമ്മേളിപ്പിക്കുന്നുണ്ട്, ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചൈതന്യ വർദ്ധനവിന് അല്ലെങ്കിൽ ചൈതന്യ ലോപത്തിന് കാരണമായ ദോഷം എന്താണോ അതിനെ കണ്ടെത്തി അത് പരിഹരിക്കുക എന്നുള്ള പ്രക്രിയയാണ്. ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പുനഃപ്രതിഷ്ഠ, നവീകരണ കലശം മുതലായ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒരു പ്രതിഷ്ഠാസമയത്ത് തന്നെ സങ്കല്പിച്ചിട്ടുള്ള ഒരു ക്രിയാപ്രാധാന്യത്തോടു കൂടി സമ്മേളിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ പ്രതിഷ്ഠാസമയത്ത് തന്നെ ദേവൻ്റെ വിഗ്രഹത്തെയും ഒപ്പം പീഠത്തെയും സംയോജിപ്പിച്ച് നിർത്തുന്ന ഒരു
താന്ത്രിക പ്രക്രിയയുണ്ട്. ആ താന്ത്രിക പ്രക്രിയയിൽ ഈ സംയോഗാവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകേണ്ടി വന്നാൽ അവിടെ ആ പരസ്പരമുള്ള ആ പ്രകൃതി പുരുഷ സംയോഗം അല്ലെങ്കിൽ ശിവശക്തി ഐക്യസ്വരൂപമായിട്ടുള്ള ആ പ്രതിഷ്ഠാ സങ്കല്പങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി വന്നാൽ അവിടെ നവീകരണ കലശമോ അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠയോ ഒക്കെ ചെയ്യേണ്ടുന്ന സാഹചര്യം വരാറുണ്ട്. ഈ വിഗ്രഹത്തെ പീഠത്തിൽ നിന്ന് എടുത്തു മാറ്റുക, അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നാൽ അവിടെ ഇത് വീണ്ടും ചൈതന്യലോപത്തെ പരിഹരിക്കുന്നതിന് വേണ്ടുന്ന പുനഃപ്രതിഷ്ഠ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതല്ലാത്ത ഘട്ടങ്ങളിൽ ദ്രവ്യകലശങ്ങൾ, അഷ്ടബന്ധ ക്രിയകളോട് കൂടിയിട്ടുള്ള കലശങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ലോപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് ചൈതന്യലോപങ്ങൾക്കുള്ള പ്രായശ്ചിത്തങ്ങളായിട്ട് സാമാന്യമായിട്ട് കരുതാറുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദ്രവ്യകലശമെങ്കിലും കഴിച്ച് ആ ചൈതന്യലോപത്തെ പരിഹരിച്ച് ചൈതന്യത്തെ പരിപോഷിച്ച് പരമാവധി ആ ഏറ്റവും ഊർജ്ജസ്വലമായ അവസ്ഥയിൽ ചൈതന്യത്തെ എത്തിക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് സാധാരണയായി സാമാന്യമായി ചെയ്തു വരാറുള്ളത്. ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങളും ക്ഷേത്ര ചരിത്രവും മനസ്സിലാക്കി ദീപാരാധന തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇത് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ അരശുംമൂട് ഊരൂട്ടുപറമ്പ് ഉലകുട പെരുമാൾ ക്ഷേത്രം. ബിംബപ്രതിഷ്ഠയില്ലാത്ത ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. സാധാരണ ക്ഷേത്രസങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഉലകുട പെരുമാൾ ക്ഷേത്രം. ക്ഷേത്രത്തിന് 4 ചുവരുകളില്ല, താഴികക്കുടവുമില്ല, എടുത്തു പറയാൻ ഗർഭഗൃഹവുമില്ല. 1000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ശില മാത്രമുള്ള പീഠസങ്കല്പമാണ് അരശുമൂട് ഊരൂട്ടുപറമ്പിലെ ഉലകുട പെരുമാൾ തമ്പുരാൻ ക്ഷേത്രത്തിൽ. ബിംബപ്രതിഷ്ഠയില്ലെങ്കിലും ഉപദേവന്മാരായി ഗണപതി, നാഗരാജാവ്, നാഗയക്ഷി എന്നിവരും ക്ഷേത്ര സമീപത്തായി യോഗീശ്വരനെയും ആരാധിച്ചു പോരുന്നു. എട്ടുവീട്ടിൽ പിള്ളമാരുടെ കാലത്തിനു മുമ്പും ഈ ക്ഷേത്രം പ്രസിദ്ധമായിരുന്നുവെന്ന് കോടങ്കി ശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ആട്ടറ സൂട്ടറ വയലങ്കെ ആമയിഴഞ്ചൻ തോടങ്കെ ഊരൂട്ടുപറമ്പ് എങ്കെ കൊള്ളുമുറി കുളമെങ്കെ എന്ന വരികളിൽ
ആട്ടറസൂട്ടറ വയൽ കഴക്കൂട്ടം പിള്ളയുടെയും ആമയിഴഞ്ചാൻ തോട് ചെമ്പഴന്തി പിള്ളയുടെയും ഊരൂട്ടുപറമ്പ് കുളത്തൂർ പിള്ളയുടെയും വാസസ്ഥലങ്ങൾക്കടുത്തുള്ള പ്രദേശങ്ങളാണെന്നാണ് വിശ്വാസം. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 8 വീട്ടിൽ പിള്ളമാരെ നശിപ്പിക്കും എന്ന അവസ്ഥയിൽ അവർ തങ്ങളുടെ സമ്പാദ്യങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ നിന്നും ഈ കാലയളവുകളിൽ ക്ഷേത്രവും ക്ഷേത്രക്കുളവും ഉണ്ടായിരുന്നുവെന്ന ചരിത്രം മനസ്സിലാക്കാം. കൊല്ലവർഷം 500-ാം ആണ്ടിൽ ഉത്രം നക്ഷത്രത്തിൽ മധുരയിൽ വൈഗാനദിയുടെ തീരത്തുള്ള വൈഗക്കര രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു ഉലകുടെ പെരുമാൾ. ആദിത്യ ഭഗവാന്റെ നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അതിശക്തനായ മധുര രാജാവിനെ തോൽപ്പിക്കാൻ ദേവിയെ തപസ് ചെയ്ത് അദ്ദേഹം ആയുധം നേടിയെന്നാണ് സങ്കല്പം. 33-ാം വയസ്സിൽ ജന്മസാഫല്യത്തോടെ കൈലാസത്തിലെത്തി ശിവപാദം പ്രാപിച്ച ഉലകുടെ പെരുമാൾ തമ്പുരാൻ ജനനവും മരണവുമില്ലാതെയും ഭൂമിയിൽ ദേവനായി നിഗ്രഹാനുഗ്രഹങ്ങൾ ചൊരിയാനും ഉള്ള വരം പരമശിവനിൽ നിന്ന് വാങ്ങി. അതിനുശേഷം ഭൂമിയിൽ വന്ന് ആസുരിക ശക്തികൾക്കെതിരെ പോരാടി എന്നാണ് കഥ. ശ്രീ പാർവതി ദേവിക്കാത്മനാഥനെ നീവാ നാഥ നാഥ നാഥ. തമ്പുരാൻ പഴയ തെക്കൻ തിരുവിതാംകൂറിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിയിരുന്നതായും ഐതിഹ്യമുണ്ട്. മധുരയിൽ നിന്ന് തുടങ്ങിയ തമ്പുരാന്റെ യാത്ര ഇന്നത്തെ കന്യാകുമാരി, തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ വഴി കല്ലമ്പലം, മുള്ളറംകോട് തമ്പുരാൻ ക്ഷേത്രം വരെയാണെന്ന് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു. ഈ യാത്രക്കിടയിലാണ് തമ്പുരാൻ അരശുമൂട് ഊരൂട്ടുപറമ്പിൽ എത്തിയതെന്നാണ് പഴമക്കാർ പറയുന്നത്. കന്യാകുമാരി ജില്ലയിൽ 11 തമ്പുരാൻ ക്ഷേത്രങ്ങളും തിരുവനന്തപുരം താലൂക്കിൽ 11, നെയ്യാറ്റിൻകര, നെടുമങ്ങാട് താലൂക്കുകളിൽ 8, ചിറയൻകീഴ് താലൂക്കിൽ 7 തമ്പുരാൻ ക്ഷേത്രങ്ങളും ഉണ്ടെന്നാണ് പല ആധികാരിക ഗ്രന്ഥങ്ങളിലും പറയുന്നത്. ഇതിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ അരശുമൂട് ഊരൂട്ടുപറമ്പ് ഉലകുടെ പെരുമാൾ തമ്പുരാൻ ക്ഷേത്രം. മുൻകാലങ്ങളിൽ 12 വർഷത്തിലൊരിക്കലായിരുന്നു ഉലകുടെ പെരുമാൾ ക്ഷേത്രത്തിലെ ഊരൂട്ടുത്സവം. ഇന്നിപ്പോൾ 6 വർഷം കൂടുമ്പോൾ ഊരൂട്ടുത്സവം നടത്തുന്നു. ഊരൂട്ടുത്സവത്തിന് മാത്രമാണ് ഇവിടെ താൽക്കാലിക ക്ഷേത്ര ഗോപുരം പണിയുന്നത്. 10 ദിവസം ഉത്സവത്തിന്റെ ഭാഗമായി പ്രത്യേക ചടങ്ങുകൾ നടക്കും. പാട്ടാശാന്റെ വീട്ടിൽ ചെന്ന് കണ്ട് വസ്ത്രവും ദക്ഷിണയും നൽകി ക്ഷണിക്കുന്നതോടെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. ഇതിനും 6 മാസം മുൻപേ താൽക്കാലിക ശ്രീകോവിൽ പണിയുന്നതിനാവശ്യമായ മുക്കംപാല മരത്തിനു വേണ്ടി അന്വേഷണം നടത്തി അത് കണ്ടെത്തും. വ്രതശുദ്ധിയോടെ പോയി പാലമരം മുറിച്ചു കൊണ്ടുവരുന്നതിലും ക്ഷേത്രവിശ്വാസികൾ ഒരുമിച്ച് കൂടാറുണ്ട്. 10-ാം ദിനം തമ്പുരാൻ കൈലാസത്തിൽ പോയി വരം വാങ്ങി ദേവനായി മടങ്ങി വരുന്നത് പാടി പാട്ടാശാൻ അവസാനിപ്പിക്കുന്നതോടെ ഉത്സവം സമാപിക്കും. വ്യത്യസ്തമായ ഈ ക്ഷേത്രം ആത്മീയവും ഭൗതികവുമായ ഉന്നതി നൽകുന്നു എന്നാണ് ഭക്തരുടെ അനുഭവം. ശിവം ശങ്കരം ശംഭുമീശാനം